ശബരിമലയിൽ നടന്ന പോലീസ് അക്രമത്തിൽ അന്വേഷണ സംഘത്തിനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പോലീസ് അതിക്രമം അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിന്റെ കഴിവിൽ സംശയമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിലയ്ക്കലിൽ നടന്ന അക്രമത്തിനിടയിൽ ബൈക്ക് തകർത്ത 3 പോലീസുകാരെ തിരിച്ചറിഞ്ഞതായി സർക്കാർ കോടതിയിൽ വിശദമാക്കി. ഇതിന് പിന്നാലെയാണ് കോടതി വിമർശനമുന്നയിച്ചത്. മറ്റുള്ളവർ വിവിധ ബറ്റാലിയനിൽ നിന്നുള്ളവരാണ്, അവരെ കണ്ടെത്താൻ കൂടുതൽ സമയം വേണമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. പോലീസ് അതിക്രമം സംബന്ധിച്ച കേസ് 2 ആഴ്ച കഴിഞ്ഞ് കോടതി വീണ്ടും പരിഗണിക്കും. അതേസമയം അടിസ്ഥാന സൗകര്യം, ഗതാഗത നിയന്ത്രണം അടക്കം ചോദ്യം ചെയ്തുള്ള 10 കേസുകൾ ഹൈക്കോടതി ഇന്ന് തീർപ്പാക്കി. ശബരിമലയിൽ അതിക്രമം കാണിച്ച പോലീസുകാർക്കെതിരായ അന്വേഷണം വൈകിയത് പോലീസിന്റെ കഴിവുകേടായി കാണേണ്ടി വരുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ആവശ്യമെങ്കിൽ മറ്റൊരു ഏജൻസിയെ വെച്ച് അന്വേഷിപ്പിക്കുന്നത് പരിശോധിക്കുമെന്നും കോടതി അറിയിച്ചു. അതേസമയം ഹർത്താലിലെ അക്രമങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത 1097 കേസുകളിലും നേതാക്കളെയെല്ലാം പ്രതികളാക്കുമെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. ഹിന്ദു ഐക്യവേദി അധ്യക്ഷ കെ പി ശശികല, ശബരിമല കർമ്മസമിതി ദേശീയ ജനറൽ സെക്രട്ടറി SJR കുമാർ, വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ KS രാധാകൃഷ്ണൻ, ഡോക്ടർ TP സെൻകുമാർ, പ്രസിഡന്റ് ഗോവിന്ദ് അദൻ, BJP സംസ്ഥാന പ്രസിഡന്റ് P ശ്രീധരൻപിള്ള, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ K സുരേന്ദ്രൻ, MT രമേശ്, AN രാധാകൃഷ്ണൻ, PK കൃഷ്ണദാസ്, O രാജഗോപാൽ MLA, B മുരളീധരൻ MP, RSS പ്രാന്ത് സംഘചാലക് PEB മേനോൻ എന്നിവരെ എല്ലാ കേസുകളിലും പ്രതിയാക്കുമെന്ന് പോലീസ് ആസ്ഥാനത്തെ AIG PP അശോക് കുമാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. ചില കേസുകളിൽ ഇവരെ പ്രതിയാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകി. മറ്റു കേസുകളിൽ നടപടികൾ തുടരുകയാണ്. ഹർത്താലിൽ അക്രമമുണ്ടായാൽ ഉത്തരവാദികളായ നേതാക്കൾ 24 മണിക്കൂറിനകം പോലീസ് സ്റ്റേഷനുകളിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയരാവണമെന്ന് സുപ്രീം കോടതി ഉത്തരവ് നിലവിലുണ്ട്. ഹാജരായില്ലെങ്കിൽ പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിക്കണം. നഷ്ടം ഇവരിൽ നിന്ന് ഈടാക്കി ഇരകൾക്ക് നൽകണം. ഹർത്താലിൽ നഷ്ടമുണ്ടായിട്ടും നേതാക്കൾ സ്റ്റേഷനിൽ ഹാജരായില്ല. അന്വേഷണത്തിൽ അക്രമ സംഭവങ്ങളിൽ ഇവർക്കുള്ള പങ്ക് വെളിപ്പെട്ടു. കടകൾ അടപ്പിക്കൽ, ഗതാഗതം താറുമാറാക്കൽ, എതിർ പാർട്ടിക്കാരുടെ ഓഫീസ് തകർക്കൽ, പോലീസിനെ ആക്രമിക്കൽ, കൃത്യനിർവഹണത്തിൽ പോലീസിനെ തടയൽ തുടങ്ങിയവയുടെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജനുവരി 2 നടന്ന അക്രമങ്ങളിൽ 38.52 ലക്ഷം രൂപയുടെ പൊതുമുതലും 1.06 കോടി രൂപയുടെ സ്വകാര്യ മുതലും നശിപ്പിക്കപ്പെട്ടെന്ന് നേരത്തെ കോടതി അറിയിച്ചിരുന്നു. ജനുവരി 2, 3 തീയതികളിൽ നടന്ന അക്രമങ്ങളിൽ 150 പോലീസുകാർക്കും 141 സാധാരണക്കാർക്കും 11 സർക്കാർ ജീവനക്കാർക്കും പരിക്കേറ്റെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്.